സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം ഞാനോട് റോഷൻ പടത്തിന് ഹൈപ്പ് കയറ്റാൻ വേണ്ടിയിട്ട് അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്നറിയത്തില്ല, അവരുടെ പടം അവർ തന്നെ ലീക്ക് ആക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. അതിനിടയിൽ സ്പൈഡർമാൻ ബ്രാൻഡിലൂടെയാണ് ഇപ്പോൾ കാര്യമായിട്ട് മെയിൻ സ്ട്രീമിൽ നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ മറ്റൊരു സൈഡിൽ ഒട്ടും മോശമാക്കിയിട്ടില്ല. ഡൂംസ്ഡേയുടെ ഭാഗത്ത് നിന്നും കാര്യമായിട്ട് ലീക്കുകളും മറ്റു പരിപാടികളും നല്ല രീതിക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി പടത്തിലെ ഒരു ക്രൂഷ്യൽ ഷോട്ട്, അതായത് അവഞ്ചേഴ്സ് പടങ്ങളിലെ ഒരു മെയിൻ പരിപാടിയാണ് ആ ഒരു പടത്തിലുള്ള സൂപ്പർ ഹീറോസ് എല്ലാവരെയും ഒറ്റ ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഗൂസ് ബംസ് പരിപാടി. സോ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എല്ലാ അവഞ്ചേഴ്സ് പടങ്ങളും അത് കാണാനായിട്ട് പറ്റും. സോ അത് ഡൂംസ്ഡേയിലും ഉണ്ട്. അങ്ങനത്തെ ഒരു ഫൈറ്റ് സീക്വൻസിൽ ഡൂമിന്റെ സെന്റിനൽ റോബോട്ട്സിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യുന്ന രീതിക്ക് നമ്മുടെ സ്റ്റീവ് റോജേഴ്സ്, തോർ അടക്കമുള്ള ഹീറോസ് എല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഫുട്ടേജ് ഭയങ്കര ലോ ക്വാളിറ്റിയിൽ ഈ അടുത്ത് ഇന്റർനെറ്റിൽ മൊത്തത്തിൽ കറങ്ങി നടപ്പുണ്ട്. നിങ്ങൾ കുറെ പേരൊക്കെ ഇപ്പൊ അത് ഇതിനോടകം കണ്ടു കാണണം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് എയുടെ അതിപ്രസരം കാരണം ഇപ്പൊ ഇത് ഒറിജിനൽ ആണോ എ ആണോ എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് തന്നെ ഒരു ടേക്ക് എടുക്കാനായിട്ട് പറ്റുന്നില്ല. ഇത് ഒറിജിനൽ ആണെന്നും CGI ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവാത്തൊരു ഫുട്ടേജ് ആണെന്ന് പറയുന്നവരുണ്ട്. ഇത് പക്ക എ ആണെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. സോ സത്യാവസ്ഥ എന്താണെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ആൻഡ് ഓൾറെഡി അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഭാഗമായിട്ട് ഒരു ട്രെയിലർ കോമിക്കോണിൽ കാണിച്ചിരുന്നല്ലോ. സോ ആ ഒരു കോമിക്കോണിൽ കാണിച്ചിട്ടുള്ള ട്രെയിലറിലെ ഒരു ചെറിയൊരു സീക്വൻസിന്റെ ഒരു ഭാഗമാണ് ഈ കറങ്ങി നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. ട്രെയിലർ ഉണ്ടാക്കുന്നുണ്ടേ അതൊന്ന് പുറത്ത് വിടുക. ഇങ്ങനെ കോമിക്കോണിലുള്ളവരെ മാത്രം കാണിച്ചിട്ട് എന്ത് ഹൈപ്പ് കയറ്റാനാണ് ഇവർക്കുന്നത് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ട്രെയിലർ ഉണ്ടാക്കാണ്ടിരിക്കുക. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ലീക്കായി ആൾക്കാർ കാണും. സോ അങ്ങനെ ലീക്കായി കാണുന്നതിനേക്കാളും നല്ലതല്ല ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായി ഇവർക്ക് തന്നെ പുറത്ത് വിടുന്നത്. അത് പറ്റത്തില്ല. എന്തായാലും നമുക്കിങ്ങനെ ലീക്കൊക്കെ കണ്ട ആ ഒരു സർപ്രൈസ് ഫാക്ടർ വിട്ടിട്ട് അവസാനം അതിന്റെ ഒഫീഷ്യൽ കാണാനുള്ളൊരു യോഗമാണ് ഉള്ളതെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ എന്തായാലും സ്പൈഡർമാൻ ബ്രാൻഡിലൂടെയും അടുത്തിരിക്കുന്ന ഒരു സമയമാണെന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പടത്തിന് ശേഷം മാത്രം ട്രെയിലർ നോക്കിയാൽ മതി. ഡൂംസ്ഡേയുടെ പറയാമെന്ന് അതിനെക്കുറിച്ചില്ല. ഇപ്പോൾ ആ ഒരു ലീക്കിനോടൊപ്പം പിടിച്ചുകൊണ്ട് തന്നെ ഈ ഒരു പടത്തിന്റെ ഓപ്പണിംഗ് സീക്വൻസ്, അതായത് ഡൂംസ്ഡേ പടത്തിന്റെ ഓപ്പണിംഗ് സീക്വൻസിനെ കുറിച്ച് ഓൾറെഡി കുറച്ച് തിയറീസ് ഒക്കെ റൂമേഴ്സ് ആയിട്ട് കറങ്ങി നടപ്പുണ്ടായിരുന്നു. സോ അതിന്റെ കുറച്ചുകൂടി ഒരു ബിഗ് വേർഷൻ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒഫീഷ്യലായിട്ടൊന്നുമല്ല കേട്ടോ. ഒരുപാട് ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സസ് ഈ ഒരു പടത്തിന്റെ ഓപ്പണിംഗ് സീക്വൻസ് ഈ ഒരു രീതിക്കാണെന്നുള്ള രീതിക്കുള്ള ചെറിയ ലീക്കുകളും പരിപാടികളൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ അതിനെക്കുറിച്ച് തന്നെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. ഇൻകേഷനായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് പടത്തിന്റെ തുടക്കം തന്നെ കാണിക്കുന്നത്. ഐ മീൻ ഇൻകേഷൻ നടക്കുന്നതിന് മുമ്പ് രണ്ട് പ്ലാനറ്റുകളിലെ ആളുകൾ, സൂപ്പർ ഹീറോസ് തമ്മിലുള്ള ഒരു വാറാണ് ഈ ഒരു അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ തുടക്കം തന്നെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇൻകേഷൻ എന്താണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ മൾട്ടിവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു നിലയ്ക്ക് രണ്ട് റിയാലിറ്റിയിലുള്ള രണ്ട് യൂണിവേഴ്സുകൾ തമ്മിൽ കൊളൈഡ് ചെയ്യുന്ന ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ഇൻകേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഈ ഒരു ഇൻകേഷൻ തടയാനായിട്ട് ഒരു പ്ലാനറ്റിലെ സൂപ്പർ ഹീറോസ് മറ്റൊരു പ്ലാനറ്റിനെ നേരത്തെ കൂട്ടി ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. സോ അങ്ങനെ ഇൻകേഷന് മുമ്പേ ഒരു പ്ലാനറ്റ് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ കൂട്ടിയിടിക്കാനായിട്ട് വേറെ പ്ലാനറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു പ്ലാനറ്റിൽ എല്ലാവരും സേഫ് ആവുമല്ലോ. സോ അങ്ങനെ എക്സ്മാൻ യൂണിവേഴ്സിലെ സൂപ്പർ ഹീറോസും അതോടൊപ്പം തന്നെ നമ്മുടെ ടോബി മെഗ്വയറിന്റെ സ്പൈഡർമാൻ യൂണിവേഴ്സിലെ സൂപ്പർ ഹീറോസും ആണ് ഇവിടെ ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് വരെയുള്ള കാര്യങ്ങൾ ഓൾറെഡി പുറത്ത് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ടോബി മെഗ്വയറിന്റെ യൂണിവേഴ്സ് ഉണ്ടല്ലോ, അവിടെ സൂപ്പർ ഹീറോസ് എന്ന് പറയാനായിട്ട് വേറെ ആരുമില്ല, സ്പൈഡർമാൻ തന്നെ ഉള്ളു. ബട്ട് ഇൻ എക്സ്മാന്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചെറിയ സൈസ് തൊട്ട് വലിയ സൈസ് വരെ ഒമേഗ സൈസ് വരെയുള്ള പെടപെട സൂപ്പർ ഹീറോസ് ഉണ്ട്. സോ ആ ഒരു ഗതിക്ക് ഇതൊരിക്കലും ഒരു പെർഫെക്റ്റ് മാച്ച് ആവില്ല ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ്. 8 കാലിയാണെങ്കിലും 2 കാലല്ലേ ഉള്ളൂ. ഈ ഒരൊറ്റ ആൾ വെച്ച് എത്ര പേര് അടിച്ചു വീഴ്ത്താനായിട്ട് പറ്റും. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ നമ്മുടെ മാഗ്നറ്റ് ഒറ്റയ്ക്ക് തന്നെ മതി. ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന ഒരു ഇന്റർവ്യൂവിൽ ഇയാൻ മെക്കലം പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ ഒരു ക്യാരക്ടർ, അതായത് മാഗ്നറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഈ ഒരു ന്യൂ ജേഴ്സിനെ മൊത്തം നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് ഉണ്ടെന്നൊക്കെ. പുള്ളി ചുമ്മാ ഒരു ഓളത്തിന് തള്ളിയതാണോ എന്നറിയത്തില്ല. ബട്ട് പുള്ളി പറഞ്ഞത് കാര്യമാണ്, പുള്ളിക്ക് അങ്ങനെ ചെയ്യാവുന്ന പരിപാടിയേ ഉള്ളൂ അതൊക്കെ. സോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ സ്പൈഡർമാൻ ഒറ്റയ്ക്ക് ഇവർക്കൊരു ഭീഷണിയേ അല്ല. ഈ ഒരു അവസ്ഥയിലാണ് ഈ പുതിയൊരു തിയറിയുടെ കടന്നുവരവ് കൂടുതൽ പ്രസക്തമാകുന്നത്. അതായത് ഇവിടെ സ്പൈഡർമാനൊപ്പം ഈ ഒരു ബാറ്റിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് സ്പൈഡർമാന്റെ പേര് കേട്ട വില്ലന്മാരായിട്ടുള്ള ഗ്രീൻ ഗോബ്ലിനും ഡോക്ടർ ഒക്ടോവിയസും പിന്നെ നമ്മുടെ സാൻഡ്മാനും ഒക്കെ ഉണ്ടാവുമെന്നാണ് പറയാൻ കഴിയുന്നത്. കാര്യം പോസിബിൾ ആണ്. കാരണം നമ്മൾ ഓൾറെഡി സ്പൈഡർമാൻ നോവേ ഹോമിൽ കണ്ടതാണ്. ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാന്റെ കൈ കൊണ്ട് മരിക്കേണ്ടതായിട്ടുള്ള ഇവരുടെ എല്ലാവരുടെയും തലവര മാറ്റി കുറിച്ച് എല്ലാവരെയും നല്ലവരാക്കിയിട്ട് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വിട്ടൊരു പരിപാടി. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് വീണ്ടും സ്പൈഡർമാൻ്റെ ഒപ്പം ചേർന്ന് ഫൈറ്റ് ചെയ്യുന്നതിൽ വലിയ തെറ്റില്ല. മാത്രമല്ല ഇതിപ്പോൾ സ്പൈഡർമാൻ്റെ മാത്രം ഒരു ആവശ്യമില്ലല്ലോ, മൊത്തം യൂണിവേഴ്സാണ് നശിക്കാൻ പോകുന്നത്. സോ ആ ഒരു ഗതിക്ക് സ്പൈഡർമാനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൂടെ വരുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചയായിരിക്കും. ഗ്രീൻ ഗോബ്ലിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈഡർമാൻ്റെ തന്നെ ഒരു പേരുകേട്ട ആർച്ച് എനിമി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. സോ ആ ഒരു ക്യാരക്ടർ സ്പൈഡർമാൻ്റെ ഒപ്പം നിന്ന് ഫൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് ഒക്കെ പടത്തിന്റെ തുടക്കം തന്നെ പ്ലേസ് ചെയ്യുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് വരുമെന്ന് തോന്നുന്നു. നോക്കാം. പക്ഷെ ആരൊക്കെ വന്നാലും എത്രയൊക്കെ ഫൈറ്റ് ചെയ്താലും ഒടുക്കം നമ്മുടെ ടോബി മെഗ്വയറിന്റെ ഒരു യൂണിവേഴ്സ് തന്നെയാണ് നശിക്കാൻ പോകുന്നതെന്നാണ് പറയാൻ സാധിക്കുന്നത്. ടോബി മെഗ്വയറോടെ ചാവോ എന്നുള്ള കാര്യത്തിൽ കറക്റ്റ് ആയിട്ടുള്ളൊരു ഐഡിയ ഇല്ല. ടോബി മെഗ്വയറിനെ നേരെ നമ്മുടെ ടിവിയുടെ ആൾക്കാർ രക്ഷപ്പെടുത്തി പിന്നെ അവിടെ കുറെ മെഷീനൊക്കെ പോകുന്ന രീതിയിലാണ് കഥ പോകുന്നത് എന്നുള്ളൊരു തിയറീസ് വേറൊരു സൈഡിലുണ്ട്. അതിലേതാണ് സത്യം എന്ന് നോക്കാം. ആൻഡ് മാർവലിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഓപ്പണിംഗ് സീക്വൻസുകളിൽ വെച്ച് തന്നെ ഏറ്റവും ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് സീക്വൻസ് ആണ് ഈ ഒരു പടത്തിൽ കാത്തിരിക്കുന്നത് എന്നുള്ള രീതിക്കാണ് അറിയാൻ കഴിയുന്നത്. ആൻഡ് അതിന്റെ ആവശ്യമുണ്ട്. കാരണം ഇൻകേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവന്റിനെ കുറിച്ച് കൃത്യമായിട്ട് ആ ഒരു വിഷ്വലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ ഇനി പടത്തിൽ മെയിനായിട്ട് വരാൻ പോകുന്നത് ഈ ഒരു ഇൻകേഷൻ ആണല്ലോ, അത് അത്ര കണ്ട് കൺവിൻസ് ആവേണ്ട ഒരു ആവശ്യമുണ്ട്. ഇതുവരെ മാർവലിൽ ഒരു സ്ഥലത്തും ഇൻകേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇവന്റിനെ പറ്റി കൃത്യമായിട്ടൊരു ഐഡിയ എവിടെയും കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ എടുത്താലും സീക്രട്ട് വാർസ് എടുത്താലും ഇതാണ് ഒരു മെയിൻ ഇവന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. സോ അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് ഓഡിയൻസിന്റെ മൈൻഡിൽ ബ്രൂട്ടലായിട്ട് തന്നെ അങ്ങ് അടിച്ച് കേൾപ്പിക്കണം എന്നുള്ളൊരു പരിപാടി ഉണ്ട്. സോ അതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ ടോബി മെഗ്വയറിന്റെ ഒരു ഡെത്തും കാണിക്കാൻ സാധ്യതയുണ്ട്. ഒരു
50-50 ചാൻസ് വേണമെങ്കിൽ നിൽക്കും. അങ്ങനെ ഒരു ഡെത്ത് കാണിക്കുകയാണെങ്കിൽ തന്നെ അതൊരു നല്ലൊരു കാര്യമായിരിക്കും. സ്പൈഡർമാനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സാക്രിഫൈസിങ് എലമെന്റ് സ്പൈഡർമാന് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൂടാതെ ടോബി മിഗറിന്റെ ആ ഒരു ഡെത്ത് സീക്വൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത്ര കണ്ട് ഓഡിയൻസിനെ എഫക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയും നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനെ ഒരു സീക്വൻസ് ഓഡിയൻസിന്റെ മൈൻഡിൽ തീർച്ചയായിട്ടും ഒരു ഹോണ്ടിങ് മെമ്മറി ആയിട്ട് കിടക്കും. സോ ഒരു ഇൻകേഷൻ എവന്റ് അത്രമേൽ പ്രധാനപ്പെട്ടതായതുകൊണ്ട് അത് ഓഡിയൻസിന് അത്രയും കണക്ട് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടേക്ക് എടുക്കാനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാൻസ് ഉണ്ട്. ആൻഡ് പിന്നെ അറിയാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിൻ്റെ ഒരു ഭാഗവും അതായത് ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഏകദേശം ഒരു 80-85-90% നമ്മുടെ RDJയുടെ ഫേസ് റിവീൽ ആക്കത്തില്ലെന്ന്. പുള്ളി മാസ്ക് വെച്ചായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഒരു സീക്വൻസ് ലീക്കായ കാര്യം പറഞ്ഞിരുന്നല്ലോ, സെന്റിനൽസ് റോബോട്ടിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സീക്വൻസ്, സൂപ്പർ ഹീറോസ്. സോ അവർ അവിടെ ഡൂമിനെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ബട്ട് അവരുടെ ആരുടെ മുഖത്ത് അങ്ങനെ ഒരു ഞെട്ടലും പരിപാടികളൊന്നും ഇല്ല. ഇത് RDJയുടെ സെയിം ലുക്ക് ആണല്ലോ എന്നുള്ളൊരു ഞെട്ടലും പരിപാടികളൊന്നും കാണാനായിട്ട് പറ്റത്തില്ല. സോ ഐ സ്ട്രോങ്ലി ഡൗട്ട് ഇറ്റ്. അതായത് പടത്തിൻ്റെ ഒരു എൻ പഞ്ച് എന്ന രീതിക്കോ അല്ലെങ്കിൽ തേർഡ് ആക്ടിൻ്റെ തുടക്കത്തിലോ ഒക്കെ ആയിരിക്കും ഇത് RDJയുടെ സെയിം ഫേസ് ആണെന്നുള്ളൊരു രീതിക്കുള്ള ഒരു റിവീൽ, ആ ഒരു ബ്രഹ്മാണ്ഡ റിവീൽ നടക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. RDJയുടെ തിരുമുഖം കാണുന്ന അവസാനമാണെങ്കിലും പടത്തിലുടനീളം ആ ഒരു RDJയുടെ പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാതിരിക്കത്തില്ലെന്നും അറിയുന്നുണ്ട്. അതായത് ഇത് RDJ ആണ്, ആ ഒരു ഫേസ് മാസ്ക് ഉണ്ടെങ്കിലും അത് RDJ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതൊക്കെ രീതിയിലാണ് ഈ ഒരു പടം എടുത്തു വെച്ചേക്കുന്നതെന്നും അറിയുന്നുണ്ട്. അത് വേണം, അല്ലാണ്ട് പിന്നെ നമ്മൾ ചുമ്മാ അങ്ങനെ ഡൂമിനെ ഫേസ് മാസ്ക് ഇട്ട് കണ്ടുകൊണ്ടിരിക്കാനല്ലോ. നമ്മൾ മെയിനായിട്ട് പടത്തിന് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഒരു മെയിൻ സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് RDJ ഡൂമായിട്ട് വരുന്നു എന്നുള്ളതാണ്. സോ അതിൻ്റെ ഒരു ടേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പേ ഓഫ് എന്തായാലും കാണുന്ന ഓഡിയൻസിനും കിട്ടേണ്ടതാണ്. ഇപ്പം എങ്ങനെയാണോ അയൺമാൻ്റെ ഷൂട്ടിനുള്ളിൽ കയറി കഴിഞ്ഞാലും ആ ഒരു ഉള്ളിൽ നമ്മുടെ RDJയുടെ ഫേസ് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന രീതിയിൽ ഇത് RDJ ആണെന്ന് നമ്മുടെ മൈൻഡിൽ ഒന്ന് ഫിക്സ് ആക്കുന്ന രീതിയിലുള്ള ആ ഒരു സീക്വൻസുകളും പരിപാടികളൊക്കെ പോകുന്നുണ്ടല്ലോ. സോ അതുപോലെ എന്തെങ്കിലും ഒരു ടേക്ക് ഇവിടെ ഈ ഒരു ഡൂമിൻ്റെ കേസിലും എടുക്കുന്നതായിരിക്കും. ഈ ഒരു ന്യൂസ് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് ഫാൻസ് നല്ല രീതിയിൽ അസ്വസ്ഥരാണ്. RDJ ഇങ്ങനെ മൂടിക്കെട്ടി വെക്കാനാണോ ഞങ്ങൾ പടം കാണുന്നത് എന്നുള്ളൊരു രീതിക്കുള്ള ചോദ്യങ്ങളും പരിപാടികളൊക്കെ വരുന്നുണ്ട്. ബട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല. ഈ ഒരു കാര്യങ്ങളൊക്കെ റൂസോ ബ്രദേഴ്സ് നേരത്തെ കൂട്ടി ചിന്തിക്കാതിരിക്കുമോ? അവരുടെ പടത്തിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹൈപ്പ് കയറ്റുന്നത് RDJയുടെ ഒരു പ്രസൻസ് ആണ്. സോ ആ ഒരു RDJയുടെ പ്രസൻസിൽ തന്നെ കോമാളിത്തരം കാണിച്ച് വെച്ചിട്ട് അതിൻ്റെ പേര് ലൂക്ക് വാങ്ങിക്കാനായിട്ട് അവരെന്തായാലും ശ്രമിക്കത്തില്ലെന്ന് തന്നെയാണ് ഞാനിപ്പോൾ സ്ട്രോങ്ലി വിശ്വസിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് RDJ ഇപ്പോൾ ആ ഒരു മാസ്കിലാണെങ്കിൽ പോലും നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലായിരിക്കും പടത്തിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് പടത്തിൽ കംപ്ലീറ്റ്ലി ഒരു ഡിഫറൻറ്റ് ആക്സെൻ്റ് ആയിരിക്കും. അതായത് ഇതുവരെ നമ്മുടെ RDJ ഉപയോഗിക്കാത്ത തരത്തിലുള്ളൊരു സംഭാഷണ ശൈലിയായിരിക്കും പുള്ളിക്കാരൻ ഉപയോഗിക്കാൻ പോകുന്നതെന്നും കേൾക്കുന്നുണ്ട്. അതും നല്ലൊരു കാര്യമാണ്. പുള്ളി എങ്ങനെയൊക്കെ സംസാരിച്ചാലും റിയൽ ലൈഫിൽ സംസാരിച്ചാലും ഇടയ്ക്കിടയ്ക്കൊക്കെ എനിക്ക് അയൺമാൻ ഓർമ്മ വരും. സോ അതിനെ വിട്ട് ഒരു പരിപാടി ഇതിൽ പിടിക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. എന്താ പറയുക, അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് മെയിൻ ടൈറ്റിൽ, എന്നാൽ പോലും ഡൂമിൻ്റെ ഒരു ക്യാരക്ടർ സ്റ്റഡി എന്നുള്ളൊരു രീതിക്കായിരിക്കും പടം മൊത്തത്തിൽ ട്രാവൽ ആവാനായിട്ട് പോകുന്നത്. അതായത് ഒരു വലിയ ഇൻകേഷൻ എവൻറ്റിനെ ഡൂം എങ്ങനെ കാരണമാവുന്നു എന്നുള്ളൊരു രീതിക്കായിരിക്കും ആ ഒരു സ്റ്റോറി സ്ട്രക്ചർ മെയിനായിട്ട് പോകുന്നത്. ആൻഡ് പുള്ളി ഇങ്ങനെ ഒരു ടേക്ക് എടുക്കുന്നതിന് പുള്ളിക്ക് കൃത്യമായിട്ടുള്ളൊരു റീസണിങ് ഉണ്ടായിരിക്കും. ഒരു താനോസ് ലെവൽ റീസണിങ് തന്നെ വേണ്ടി വരും. കാരണം അവഞ്ചേഴ്സ് പടത്തിലെ ത്രെട്ട്, അവഞ്ചേഴ്സ് പടത്തിലെ മെയിൻ വില്ലൻ എന്നൊക്കെ പറഞ്ഞ ഒരാൾ വരുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു റീസണിങ് വേണം. സോ കാത്തിരിക്കാം. എന്തായാലും ഇപ്പോൾ എല്ലാവരും ബ്രാൻഡ് ന്യൂഡയുടെ ആ ഒരു ചൂടിലാണെന്ന് അറിയാം. ബ്രാൻഡ് ന്യൂഡേ ഇറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചൂടാറി കഴിഞ്ഞാൽ പിന്നെ ഓൾ ഐസ് ഓൺ ഡൂംസ്ഡേ ആണ്. സോ ഇവിടെ ഒരിക്കലും തെറ്റാനായിട്ട് നമുക്കൊരു ചാൻസേ ഇല്ല. മാർവലിൻ്റെ ഫുള്ള് എക്സിസ്റ്റൻസ് തന്നെ ഈ ഒരു പടത്തിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. ആ ഒരു കാര്യം ഇനി ആരും പ്രത്യേകം റൂസോ ബ്രദേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ എല്ലാം കൃത്യമായിട്ട് തന്നെ പോകും തന്നെ നമുക്ക് വിചാരിക്കാം. സോ ഡൂംസ്ഡേയുടെ ഒരു ഭാഗമായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ലീക്കുകളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിച്ചൊരു കാര്യം എന്താണ്? പടത്തിൻ്റെ മേലുള്ള ഒരു ഹൈപ്പ് നിങ്ങളുടെ മേലെ എത്രമാത്രം കൂടിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങളും പരിപാടികളും എല്ലാം കൂടെ ഒന്ന് പറഞ്ഞ് ഞാൻ ശരിക്കും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.